ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാപ്പ് നൽകപ്പെടുന്ന നജസുകള്, അതിന്റെ ചർച്ചയായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. നിസ്കാരത്തിലും മാപ്പുണ്ട്, വസ്ത്രത്തിലായാലും ശരീരത്തിലായാലും നിസ്കരിക്കുന്ന സ്ഥലത്തിലായാലും മാപ്പ് നൽകപ്പെടുന്ന നജസുകൾ. അപ്രകാരം വെള്ളത്തിലായാൽ അപ്പോഴും മാപ്പ് നൽകപ്പെടും. ചായയിലായാലും ദ്രാവകങ്ങളിലായാലും പാലിലായാലും മാപ്പ് നൽകപ്പെടുന്ന നജസുകൾ. സാധാരണ മാപ്പ് നൽകപ്പെടാത്ത ഒരു നജസ് വസ്ത്രത്തിലായി നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. നിസ്കരിക്കുന്ന സ്ഥലത്ത് നമ്മൾ തൊട്ടുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ശരീരത്തിലായാൽ നിസ്കാരം ബാത്തിലാണ്. മാപ്പ് നൽകപ്പെടാത്ത നജസുകളാണെങ്കിൽ, ഒരു ബക്കറ്റോ ഒരു കപ്പിലോ വെള്ളമുണ്ട്, അല്ലെങ്കിൽ 190 ലിറ്ററിന്റെ താഴെ അല്ലെങ്കിൽ 200 ലിറ്ററിന്റെ താഴെയുള്ള വെള്ളത്തില്, 2 കൊല്ലത്ത് താഴെയുള്ള വെള്ളത്തില് മാപ്പ് നൽകപ്പെടാത്ത മൂത്രമോ മറ്റോ ഒക്കെ ആയാൽ ആ വെള്ളം മുഴുവനും നജസായി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാ. ചായയില് മാപ്പ് നൽകപ്പെടാത്ത നജസിറ്റിയാല് മൂത്രം വർത്തിച്ച് അപ്പൊ സാധാരണ മൂത്രറ്റിച്ച ആ ചായ ഫുള്ള് നജസായി. എന്നാൽ ചായയിലും വെള്ളത്തിലും പാലിലും വസ്ത്രത്തിൽ നിസ്കരിക്കുമ്പോഴും ഒക്കെ മാപ്പ് നൽകപ്പെടും. ചായ കുടിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലായാലും വെള്ളം കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കാം, മാപ്പ് നൽകപ്പെടുന്ന നജസാണെങ്കിൽ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നേരത്തെ ചിലത് ചർച്ച ചെയ്തത്. ഈ 3 സ്ഥലങ്ങളിലും മാപ്പുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, 1-2 രോമങ്ങള്, നമ്മുടെ നജസായ രോമങ്ങള്, പൂച്ചയുടെ രോമോ നജസായ രോമം ശരീരത്തിലോ വസ്ത്രത്തിലോ 1-2 രോമം, കുറഞ്ഞ രോമങ്ങളായാൽ മാപ്പ് നൽകപ്പെടും. വെള്ളത്തിൽ വീണുപോയാലും മാപ്പ് നൽകപ്പെടും. ചായയിൽ വീണാലും മാപ്പ് നൽകും. പാലിൽ വീണാലും മാപ്പ് നൽകും. തൂവലുകള്, ചെറിയ കുറഞ്ഞ തൂവല്, ഒരു തൂവലോ ഒക്കെ ആണെങ്കിൽ മാപ്പ് നൽകപ്പെടും. അതുപോലെ പുക, നജസായ പുക, നജസ് കത്തിക്കുന്ന പുകയൊക്കെ നജസായ പുകയായിരിക്കും. അത് വസ്ത്രത്തിലോ ശരീരത്തിലോ വെള്ളക്കായ നിസ്കരിക്കുമ്പോൾ മാപ്പുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അങ്ങനെയുള്ള നജസായ പുക ചേർന്നു കുറഞ്ഞതാണെങ്കിൽ ഇതൊക്കെ കുറഞ്ഞത് മാപ്പുണ്ട്. അതുപോലെ പൊടി, നജസായ പൊടികൾ, അത് ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ നിസ്കരിക്കുന്നവന്റെ മാപ്പ് നൽകപ്പെടും. അപ്രകാരം ചായയിലോ പാലിലോ വെള്ളത്തിലോ ഒക്കെ ആയാൽ, വെള്ളത്തിലായാൽ ഏത് നജസായ പൊടി കുറഞ്ഞതാണെങ്കിലാണ് മാപ്പുള്ളത്. കുറെ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ മാപ്പില്ല. വളരെ കുറച്ച് മാത്രമേ, കുറച്ചായാൽ മാപ്പുണ്ട്. അതുപോലെ നീരാവി, നജസിന്റെ നീരാവി, അത് അല്പം മാത്രം മേൽ പറഞ്ഞതുപോലെ മാപ്പ് നൽകപ്പെടും. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. ചില നിബന്ധനകൾ കൂടെ പറയാനുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ രോമം, തൂവല്, പുക, നജസായ പൊടി, അതുപോലെ നീരാവി. ഇനി ഈച്ചയുടെ കാൽമേലൊക്കെ ചിലപ്പോ ഈച്ച നജസിന്മേൽ പോയിരിക്കും. അപ്രകാരം നമ്മളെ മറ്റൊരു വിഭാഗം പറഞ്ഞത്, ഈച്ചയുടെ കാലിന്മേലുള്ള നജസ്, ഈച്ച എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കണ്ട് കാലുമ നജസാവില്ലേ, അത് നമ്മളെ ശരീരത്തിൽ ഈച്ചിരുന്ന് അപ്പൊ കാലുമ നജസുണ്ടേനി, അല്ലെങ്കിൽ വസ്ത്രത്തിലിരുന്ന്, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇരുന്ന നജസോട് കൂടെ, അല്ലെങ്കിൽ പാലിലോ പായസത്തിലോ ചായയിലോ ഒക്കെ ഇരുന്നാൽ അപ്പോൾ എന്തല്ല, ആ ചായ നജസാവൂല, ആ വെള്ളം നജസാകൂല. ഈച്ചയുടെ കാലുമേലുള്ള നജസ് മാപ്പ് ചെയ്യപ്പെടും. അതുപോലെ മനുഷ്യനല്ലാത്ത പക്ഷികളുടെ കാഷ്ടിക്കുന്ന ദ്വാരത്തുമേൽ ഉള്ള നജസ് അവരാരും കൈക്ക് കൊടുക്കലില്ല. അപ്പൊ ആ നജസ്, ഒരു പക്ഷി കാക്ക
കാക്ക തൂറിയാല് അത് നമ്മളെ മെത്തായാല് ശുദ്ധിയാണ് എന്നല്ല പറഞ്ഞത്. അതിന്റെ ആ മംഫതിലുള്ള ആ ഓട്ടയില്, അത് കാട്ടിച്ചിന്റെ ശേഷം അതിന്റെ മംഫതിലുണ്ടാവില്ല നജസ്, ആ ഓട്ടമ്മല് അവിടെയുള്ള നജസ് മാപ്പ് നൽകപ്പെടും. അപ്പോ കാക്കയോ അല്ലെങ്കിൽ പ്രാവോ നമ്മളെ നിസ്കരിക്കുന്നവന്റെ തലി വന്നിരുന്ന്, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോ നമ്മള് തോളിൽ വന്നിരുന്നു, അപ്പൊ അതിന് 50 നജസ് ഉണ്ടല്ല അതിന്റെ ദ്വാരത്തില്, അപ്പൊ അത് മാപ്പ് നൽകപ്പെടും. അല്ലെങ്കിൽ നമ്മള് വെള്ളത്തിൽ വന്നിക്കാണ്ട് ആ മുങ്ങിക്കാണ്ട് പോയി, അപ്പൊ വെള്ളത്തിൽ ഇപ്പൊ 50 നജസായിട്ടുണ്ടാവും, അത് മാപ്പ് നൽകപ്പെടും. ഇനി ചായയിലായാലും അങ്ങനെ തന്നെ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടിയുടെ വായ, ചെറിയ കുട്ടികള് ഛർദിച്ചുകൊണ്ടിരിക്കും, ഛർദിച്ചത് നജസ. അപ്പൊ വായമല് ചിലപ്പോ ആ ഛർദിച്ച ഇങ്ങോട്ട് തന്നെ വയറ്റിലായത് ഇങ്ങോട്ട് തന്നെ വരും. ആ നജസ് ഉമ്മ ചിലപ്പം കുട്ടിയെ ഉമ്മ വെക്കുമ്പോൾ ഉമ്മയുടെ മുഖത്താകും, ഉമ്മയുടെ പാല് കൊടുക്കുന്ന സ്ഥലത്ത് വരും. കുട്ടി ആ പാല് ചെയ്യുമ്പോൾ എന്തുവരും ആ വായിലുള്ളത് അവിടേക്കാവും. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ആ കഴുകണമെന്നുണ്ടോ? അത് മാപ്പുണ്ട്, അത് കഴുകണ്ട. കുട്ടിയുടെ വായമേലുള്ളത് ഉമ്മയോ മറ്റോ ചുംബിക്കുകയോ അല്ലെങ്കിൽ പാല് കുടിച്ചപ്പോൾ പാല് കുടിക്കുന്ന സ്ഥലത്ത് ആവുകയോ ചെയ്താൽ അത് കഴുകണ്ട. ആ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ മുഖം കഴുകണ്ട, കുട്ടിയുടെ വായമെന്നായ ഇത് മാപ്പുണ്ട്. അതുപോലെ തന്നെ ഭ്രാന്തന്മാരുടെ വായിൽ നജസ്സുകൾ വരാം. അവരും ചിലപ്പോ ഉള്ളിൽ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് അവിടെ മുഖത്തൊക്കെ അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കണം. ഭ്രാന്താണെന്ന് കൂട്ടിക്കോ. അങ്ങനെയുള്ളത് അത് ആരെങ്കിലും തൊട്ടുപോയാൽ അത് മാപ്പ് നൽകപ്പെടും. അതുപോലെ ഞാൻ പറഞ്ഞു, അയവിറക്കുന്ന ജീവികള്, പോത്ത്, മൂരി, കാള പോലെയുള്ള അയവിറക്കുന്ന അവരുടെ ആമാശയത്തിനുള്ളിലായ വസ്തു ഇങ്ങോട്ട് തന്നെ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് വെള്ളത്തില്, അവര് കുടിക്കുന്ന വെള്ളത്തില്, പുണ്ണാക്ക് വെള്ളത്തിലൊക്കെ, കഞ്ഞിവെള്ളത്തിലൊക്കെ അവര് തലയിടുമ്പോ അപ്പൊ കഞ്ഞിവെള്ളം നജസായോ, നമ്മളെ മേത്തായാല് നജസാണോ? അത് നജസ മാപ്പ് നൽകപ്പെടും. ഇതുപോലെ പക്ഷിയുടെ വായ, നമ്മളെ പക്ഷി വന്നിക്കാണ്ട് ചായയില് ഇങ്ങനെ എന്ത് ചെയ്തു, തലട്ട് കാട് പോയി. പക്ഷിയുടെ വായുടെ മുകളില് എന്തോ കാട്ടം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടെന്ന് തന്നെ വെക്കാം, അല്ലെങ്കിൽ നമ്മളെ ബക്കറ്റ് വെള്ളത്തിൽ തലയിട്ട് പോയി എങ്കിൽ അത് മാപ്പ് നൽകപ്പെടും. അപ്പൊ ഇതൊക്കെ മാപ്പ് നൽകപ്പെടും. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, സാധാരണ കണ്ണ് എത്താൻ സാധിക്കാത്ത നജസ്, സാധാരണ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നജസ്, സാധാരണ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ നജസുകള് നമ്മളെ ശരീരത്തിലോ വസ്ത്രത്തിലോ വെള്ളത്തിലോ ഒക്കെ ആയാൽ മാപ്പ് നൽകപ്പെടും. ഇനി ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഇത് വെള്ളത്തിലും നിസ്കരിക്കുന്ന സ്ഥലത്തും വസ്ത്രത്തിലും ഒക്കെ മാപ്പുള്ളതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ നിബന്ധനയുണ്ട്. നമ്മൾ നിബന്ധന നോക്കാം. ഒന്ന്, അവന്റെ പ്രവൃത്തി കൊണ്ട് ആവാതിരിക്കണം. അവന്റെ പ്രവൃത്തി കൊണ്ട് ആവാതിരിക്കണം. അപ്പൊ രോമമോ മുടിയോ കുറഞ്ഞത് മാപ്പുണ്ട് ഇറങ്ങി, പുകയോ പൊടിയോ കുറഞ്ഞത് മാപ്പുണ്ട് ഇറങ്ങി, അവനത് പിടിച്ചുകാണ്ട് ആ രോമം കീശയിലിട്ടതാണ്, ആ രോമം എടുത്തുകാണ്ട് കീശയിലിട്ട് നിസ്കരിച്ചു, രോമം എടുത്തുകാണ്ട് വെള്ളത്തിലിട്ട്, രോമം എടുത്തുകാണ്ട് ചായക്കിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അവന്റെ പ്രവൃത്തി കൊണ്ട് ആണ് രോമം അല്ലെങ്കിൽ തൂവലൊക്കെ എടുത്തിട്ടതെങ്കിൽ, അല്ലെങ്കിൽ ഈ പക്ഷിയെ ആ ബാക്കിൽ നജസുള്ള പക്ഷിയെ വായമല്ലുള്ളത്, അതൊക്കെ അവന്റെ പ്രവൃത്തി കൊണ്ട് ആയാൽ അവിടെ മാപ്പില്ല. അപ്രകാരം ഗൗരവമുള്ള നായ പന്നിയുടെ നജസ് ആവാതിരിക്കണം, അപ്പോഴും മാപ്പില്ല. അതുപോലെ വെള്ളത്തിൽ ആകുമ്പോൾ വെള്ളത്തിന് രുചി, നിറം, വാസന വ്യത്യാസപ്പെടാതിരിക്കണം. അത് വെള്ളത്തിലായി എടുത്ത് പക്ഷിയുടെ ചുണ്ടിലെ നജസ് വെള്ളത്തിലായി. അതുപോലെ വെള്ളത്തിലായാൽ വെള്ളം രുചി, നിറം, വാസനക്ക് മാറ്റം വരാതിരിക്കണം. നമ്മൾ പറഞ്ഞു പക്ഷിയുടെ പിന്നിൽ ദ്വാരത്തിലുള്ള നജസ്, അതുപോലെ വായിലുള്ള നജസ്, ഇതൊക്കെ ആകുമ്പോൾ വെള്ളത്തിലാകുമ്പോൾ വെള്ളം രുചി, നിറം, വാസന വരാതിരിക്കണം, അപ്പോഴേ മാപ്പുള്ളൂ. അപ്പൊ അവന്റെ പ്രവൃത്തി കൊണ്ടാവാതിരിക്കണം. അവനൊക്കെ ഗിസിയിലിടാൻ പാടില്ല, അവന്റെ ശരീരത്തിൽ അവൻ തേച്ചതാകരുത്. നായ പന്നി
അതുപോലെ വെള്ളത്തിലാകുമ്പോൾ വെള്ളത്തിന് രുചി, നിറം, വാസന വരാതിരിക്കണം. പിന്നെ വെള്ളം എല്ലാത്തിടത്താകുമ്പോൾ അതായത് നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ സ്ഥലത്തൊക്കെ ആകുമ്പോൾ നനവോട് കൂടെ മറ്റു നനവുകളോട് കൂടെ ആവാതിരിക്കണം. മറ്റു നനവുകളോട് കൂടെയാണെങ്കിൽ ഇപ്പോ നമ്മൾ പറഞ്ഞതെന്താ, തൂവല്, രോമം കുറഞ്ഞത്, അതുപോലെ ഈ പറഞ്ഞ കുട്ടിയുടെ വായുടെ മേലുള്ളത്, അതൊക്കെ മറ്റു നനവുകൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ നജസിന്റെ നനവല്ലാത്ത മറ്റു നനവുകൾ ഉണ്ടാവാതിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാപ്പില്ല. ഇങ്ങനെയുള്ള നിബന്ധനകളോട് കൂടെയാണ് മാപ്പ് നൽകപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ, നിബന്ധന പറയാൻ വേണ്ടിയാണ് ഞാനിത് ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചത്. ക്ഷമിക്കണം. ഈ നിബന്ധന കൂടി മനസ്സിലാക്കണം. ഇതിലൊക്കെ മാപ്പുണ്ടാവണമെങ്കിൽ മേൽ നിബന്ധനയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു.